മുകേഷിൻ്റേത് സിനിമാ മേഖലയിലെ പീഡനമാണെന്ന് ഉണ്ടംപൊരി ചിറ്റപ്പൻ പറഞ്ഞിട്ടുണ്ട്. മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് ജനാധിപത്യ മഹിള ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇപ്പോഴത്തെ അളവെടുപ്പുകാരി അവരാണെന്ന് തോന്നുന്നു. അതല്ലേ സത്യം? ശ്രീമതി ടീച്ചർ റിട്ടയർ ചെയ്തു. കോടതി പറയാതെ അവർ തങ്ങളുടെ സഖാക്കളെ സംശയിക്കില്ല. പുറത്തെന്തു പറയുന്നു എന്നതിനേക്കാൾ കോടതിയിൽ എന്ത് പറയും എന്നതിനാണ് പ്രാധാന്യമെന്നും അവിടെ ധാർമ്മികതയില്ല. പക്ഷേ കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ കോൺഗ്രസുകാരനെ പുറത്താക്കിയേ പറ്റൂ. കാരണം കോൺഗ്രസ് പാർട്ടി പരിശുദ്ധമായിരിക്കണമെന്ന് CPM-കാർക്ക് കടുത്ത നിർബന്ധമാണ്. ഇന്നലെ രാത്രി ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രം മതി. കഴിഞ്ഞ 3-4 ദിവസമായി പരദൂഷണം ചാനലുകൾ കൊടുക്കുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 റിമാൻഡ് കാലാവധി തീരാനുള്ള സമയമായി. ദേ പിടിച്ചു, ഇപ്പോൾ പിടിക്കും, തൊട്ടടുത്തെത്തി, അയ്യോ പൊയ്ക്കളഞ്ഞു. ജയിലിൽ കിടന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് രാഹുൽ ഈശ്വർ. ഭർത്താവുള്ള ഭർത്താവിനെ വഞ്ചിച്ച കാമുകനുമായി പ്ലാൻ ചെയ്ത് 1 മാസം ലൈംഗികതയിൽ ഏർപ്പെടുന്ന നിന്നെ റേപ്പ് ചെയ്തു എന്നാണോ പറയണേ? എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മാങ്കൂട്ടം എത്തിയിട്ട വേണം നാരങ്ങാനീര് വാങ്ങിക്കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ച് പുള്ളിക്ക് പുറത്തിറങ്ങാൻ. ഈ വാർത്തയ്ക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം കണ്ടു കഴിഞ്ഞാൽ രാഹുലിനെ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചു. ഒന്നുകിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന തരത്തിലാണ് ഇവർ ഈ ജാമ്യം നിഷേധിച്ച വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇത് നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ശബരിമലയിലെ വിഗ്രഹവും ദ്വാരപാലകരുമെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒറിജിനൽ മോഷണം പോയതായും പറഞ്ഞതിന്റെ കലിപ്പാണ് സർക്കാരിന് ഈശ്വരനോട്. ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും രാഹുലിന്റെ പുറത്താക്കലോടെ കോൺഗ്രസ് ശുദ്ധമായി കഴിഞ്ഞു. പത്മജ വേണുഗോപാൽ ഇന്നലെ മുതൽ സുഖമായി ഉറങ്ങിത്തുടങ്ങി. ഇപ്പോ ഒരു കാറ്റ് സുഖവും കുളിരുമൊക്കെ വരുന്നുണ്ട്. KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഇനി ഭയം വേണ്ട. സതീശൻ അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. വനവാസത്തിന് പോകേണ്ടി വരില്ല. പെണ്ണുകേസാണ് പാർട്ടിയെ തോൽപ്പിച്ചതെന്ന് ഇനി പറഞ്ഞു നടക്കരുത്. അന്ന് സതീശൻ കേക്ക് മുറിച്ചു കൊടുത്ത് പിറന്നാൾ ആഘോഷിച്ച ആ കുട്ടിയുടെ ഇനിയുള്ള എല്ലാ പിറന്നാളിനും സതീശൻ പോകണം. ഭാവിയിൽ തനിക്ക് തലവേദനയായേക്കാവുന്ന ഒരു വലിയ വില്ലനെയല്ലേ ആ കുട്ടിയിലൂടെ സതീശൻ നുള്ളിയെടുത്ത് പുറത്തു കളഞ്ഞത്. സൂര്യ വേണ്ടടാ, നമ്മുടെ ലൈഫിന്റെ പ്രശ്നോടാ. നമ്മുടെ അല്ല, എന്റെ. അതിൽ നീ ഇടപെടണ്ട. സൂര്യ പോണ്ട.